ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ കടല, ചെറുപയർ ഇതുപോലുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചീത്താവാതിരിക്കാനും അതിൽ പ്രാണികളൊക്കെ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അതിന് വേണ്ടി ഞാനിതാ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പരിപ്പ് വർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ടിപ്സ് ഇതുവരെ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ. തീർച്ചയായും നല്ലൊരു യൂസ്ഫുൾ ടിപ്സ് തന്നെയാണ്. അപ്പോൾ ഇത് അരിയിലേക്കൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടല, ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഉണ്ണിത്തണ്ട് നമുക്ക് വാഴയുടെ ഉണ്ണിത്തണ്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇതിൻ്റെ വീഡിയോ കുറച്ച് മുമ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത ശേഷം ചോപ്പറിലിട്ട് കട്ട് ചെയ്യട്ടോ. കുറേശ്ശായി ചോപ്പറിൽ കട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. മടിയുള്ള എല്ലാവർക്കും, ഇത് മടിയില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. ചോപ്പറിലേക്ക് നിറച്ചിടരുത് കേട്ടോ. അതിലേക്ക് കുറേശ്ശെ ആയിട്ട് തന്നെ വലിക്കണം. വലിക്കാൻ വേണ്ടി പെട്ടെന്ന് വലിക്കാനും നമുക്ക് പെട്ടെന്ന് കഴിയാനും വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കുറേശ്ശെ ആയിട്ട് ഇടുന്നത്. വേണമെങ്കിൽ ഈ വലിപ്പത്തിലാക്കാം, ഇതിലും ചെറുതാക്കാം കേട്ടോ. ഈസി ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഈ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്യാൻ ഒരുപാട് ടൈം പിടിക്കുന്നൊരു ജോലി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഈസി ടിപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് മിക്സി. അതിൻ്റെ ജാറിൻ്റെ ഉൾഭാഗം നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ലെമണൊക്കെ എടുക്കുക. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ലെമൺ എടുക്കുക. പിന്നെ കുറച്ച് ലിക്വിഡ്, നമ്മുടെ കയ്യിൽ എന്താണ് പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ്, അത് എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ജ്യൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ബ്രഷൊക്കെ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴുകാനും നല്ല ക്ലീൻ ആവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അടുത്തൊരു ടിപ്പാണ് എഗ്ഗ് കൊണ്ടാണ് കേട്ടോ. നമുക്ക് വേവിക്കാത്ത എഗ്ഗാണ് വേണ്ടത്. ഇതിന് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ വേവിക്കാത്ത തന്നെ എടുക്കുന്നത് നല്ലത്. അപ്പോൾ ആ മുട്ടയുടെ തോട് ഞാൻ ഉണക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഉണക്കിയിട്ടാണ് പൊടിക്കുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പൊടിച്ച ശേഷം മണി പ്ലാന്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തന്നെയാണ്. അപ്പോൾ നമ്മളത് ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ചെയ്യണം. ഇത് നമുക്കിതുപോലെ അതിൻ്റെ മണി പ്ലാന്റ് മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ 2 മുട്ടയുടെ തോടാണ് ഇത്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറേശ്ശെ ഇട്ടായിട്ട് ബാക്കി നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം കേട്ടോ. എടുത്ത് വെക്കാം. പിന്നെ ഇത് ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അടുത്ത ടിപ്പാണ് പേസ്റ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ പേസ്റ്റുകൾ ഉണ്ടാവും, പേസ്റ്റ് ഇല്ലാത്ത വീടുകളുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ടാപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ടാപ്പ്, ഇതുപോലുള്ള ടാപ്പുകളിലൊക്കെ കുറച്ച് പേസ്റ്റ് തേച്ച് അതിലേക്ക് പഴയ ബ്രഷ് കൊണ്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിച്ച് കൊടുത്താൽ മതി. നല്ല തിളക്കം വരും കേട്ടോ.
നമുക്ക് പുതിയ ടാപ്പായിട്ട് തന്നെ തോന്നുന്നത്. അതുപോലെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഈ ടിപ്പ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പേസ്റ്റ് ഉണ്ടാകുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. അപ്പോൾ ഇതൊരു പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ വീഡിയോ കുറച്ച് മുമ്പാഴ്ച ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞ ശേഷം ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടാപ്പിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും, ഇത് എത്രത്തോളം കഴുകിയാൽ വൃത്തി ഉണ്ടാവുമെന്ന് മനസ്സിലാകും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ടിപ്പാണ്, ഇതുപോലുള്ള ചട്ടകം നമ്മളെല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ ഇതാ നമ്മുടെ എത്ര പഴങ്ങിയ പിന്നെ ചട്ടകമായാലും നമുക്ക് പുതിയതാക്കി എടുക്കട്ടെ. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ഓയിലൊക്കെ ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തിളങ്ങി കാണാനും പിന്നെ പൂപ്പലൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലുള്ള ചട്ടകം മാത്രമല്ല കേട്ടോ, കട്ടിംഗ് ബോർഡ് ഉണ്ടാവും, ഇതുപോലുള്ള വുഡിൻ്റെ, പിന്നെ നമുക്ക് പത്തിരിയൊക്കെ പരത്തുന്ന പലക ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിൽ നമ്മുടെ യൂസൊക്കെ കഴിഞ്ഞ ശേഷം ഓയിലൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്താ ബ്രഷ് ഉണ്ടെങ്കിൽ മാത്രമല്ല, ബ്രഷ് കൊണ്ട് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുക. നമ്മുടെ അതിൽ എന്തെങ്കിലും കോട്ടൻ്റെ തുണികളോ അല്ലെങ്കിൽ സ്പോഞ്ച് കാര്യങ്ങളോ പിന്നെ എന്തെങ്കിലും പഞ്ഞി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ നമുക്ക് കുറേശ്ശായിട്ട് ഇതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.